ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റിയായ ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയായ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തി. അപ്പോൾ നമുക്ക് ചിക്കൻ മന്തി എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1-2 തവണ തയ്യാറാക്കിയതിന് ശേഷമാണ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയ ഒരു മന്തിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുവേണ്ടി ഞാൻ ഏകദേശം ഇവിടെ 1.5 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത ചിക്കനാണിത്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് കുത്തിട്ടിട്ട് മാറ്റി വെക്കാം. കാരണം മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമായത് മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ്. അതിനു മുമ്പായി എനിക്ക് പറയാനുള്ളത്, ഞാൻ അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്ന വീഡിയോസ് എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. കാരണം ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെടുന്നത്. എനിക്കൊരു കോള് വന്നു, അപ്പോൾ ആ വീഡിയോ അങ്ങ് കട്ടായിപ്പോയി. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് 1.5 ക്യാപ്സിക്കം, 1 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിനയില, രണ്ടും സെയിം അളവിൽ തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ 3 പച്ചമുളക്, ഒരല്പം വെളുത്തുള്ളി, ഇതൊക്കെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ഉപ്പ് നമുക്ക് മാറ്റി വെക്കാം, കാരണം ഇതിലേക്ക് ചിക്കൻ ക്യൂബ് ഇടുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നതാണ് മാഗി ക്യൂബ്. അപ്പോൾ ഇത് ചിക്കൻ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ആണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ ചിക്കൻ ക്യൂബാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പുളിനാരങ്ങയുടെ നീരാണ്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഐറ്റം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചിക്കൻ മന്തി തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, മറ്റുള്ള ഒരു ഓയിലും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം നമ്മളിനി ഇത് ചിക്കനിലേക്ക് പെരക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ ഓയിലൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് മിക്സാക്കി എടുക്കണം. ഇത് മൊത്തമായിട്ട് ഇതിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം മാത്രമാണ് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉള്ളി, തക്കാളി അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ് ഇത്. ഇതിപ്പോൾ 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത ചിക്കനാണ്. ഇത് ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പാടില്ല, അപ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 പോർഷൻ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 100 ഗ്രാമിൻ്റെ പകുതി. അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ കൂടെ ഒഴിച്ച് അതിലേക്ക് ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് കുത്തി, ഒരു അപ്പം കുത്തുന്ന ഒരു കൊള്ളി ഉപയോഗിച്ച് കുത്തിയിട്ട് ഒന്ന് ഒട്ടയാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു 4 ബേ ലീഫ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, എല്ലാവരും ഓരോരോ സ്റ്റൈലിലായിരിക്കുമല്ലോ റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. കറുപ്പ, കറാമ്പ്, ഏലക്ക, കുരുമുളക് പൊടി, ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തത് വൈറ്റ് കളറിലുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് ടൈം മാത്രം ഒന്ന് സൂക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം ബസ്മതി റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം നിങ്ങൾക്കറിയാലോ, റൈസിനേക്കാൾ കൂടുതൽ അളവിൽ വെള്ളം വെക്കാൻ ശ്രദ്ധിക്കുക.
എൻ്റെ ഇതിപ്പോൾ നന്നായിട്ട് ചോറൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ നമ്മുടെ ചിക്കൻ പീസും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഇനി റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ ചോറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് പച്ചമുളകുണ്ടല്ലോ, അതൊരു 6 7 എത്രയാണോ ചോറിൻ്റെ അളവ് അതിനനുസരിച്ച് പച്ചമുളക് മുറിക്കാതെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുക. ഇത് ശരിക്കും ഇതിൽ മിസ്സാക്കരുത് കേട്ടോ, കാരണം നല്ലൊരു ഫ്ലേവറാണ് ഇത് വെക്കുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു ടേസ്റ്റിയാണ്. ഇത് ദമ്മായി വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഇതിന് ഉണ്ടാകും. ഇനി നമുക്കിതിലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾ വെള്ളത്തിലൊന്നാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരല്പം മതി കേട്ടോ. പിന്നെ ഫുഡ് കളറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഒട്ടും തന്നെ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടില്ല. റെഡ് ഫുഡ് കളറൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്കിവിടെ കൽക്കരി എടുത്തിട്ടുള്ള സ്മോക്ക് ഫ്ലേവർ കൊടുക്കാം. അതിലൊരല്പം ഓയിൽ കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് ഒട്ടും പുക പോവാത്ത രീതിയിൽ വെക്കണം. ആ ഒരു സ്മോക്ക് ഫ്ലേവറും മസ്റ്റാണ് കേട്ടോ നമ്മുടെ മന്തിയിൽ. ഒരു 20 മിനിറ്റോളം ഞാൻ ദം ചെയ്തെടുത്ത് നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഉള്ളിയോ അതുപോലെ തക്കാളി അങ്ങനെ ഒന്നും തന്നെ ഇതിനേക്ക് ആവശ്യം വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി മന്തിയാണിത്. ഞാനിത് ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വിഭവവുമായി ഞാൻ വീണ്ടും വരും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.